ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എൻ്റെ വാപ്പച്ചിയുടെയും ഉമ്മച്ചിയുടെയും വെഡ്ഡിങ് ഡേ ആണ്. അപ്പോൾ എല്ലാ വർഷവും വെഡ്ഡിങ് ഡേ ഒക്കെ അവരുടെ വെഡ്ഡിങ് ഡേക്ക് രാത്രി 12 മണിക്കാണ് ഞാൻ ഗിഫ്റ്റ് കൊടുക്കൽ. സർപ്രൈസായിട്ട് എൻ്റെ സൗണ്ടൊക്കെ പോയിട്ടോ, നല്ല മഞ്ഞൊക്കെ ഉണ്ട്. രാവിലെയാണ് ഞാനിത് ഷൂട്ട് ചെയ്യണത് കേട്ടോ. കാരണം രാത്രിത്തെ 12 മണിക്കുള്ള സർപ്രൈസ് ഗിഫ്റ്റൊക്കെ അവർക്ക് മനസ്സിലായി. എല്ലാ വർഷവും ഉള്ളതുകൊണ്ട് അവർ പറഞ്ഞു ഇന്ന് വിളിച്ചുണർത്തരുത്, ഉറങ്ങണം എന്ന് പറഞ്ഞു. അപ്പോൾ രാവിലെ ഗിഫ്റ്റ് കൊടുക്കാമെന്ന് വെച്ചു. അങ്ങനെ വാപ്പച്ചി പള്ളിയിൽ പോയിരിക്കുകയാണ്, ഉമ്മച്ചി നിസ്കരിക്കുകയാണ്. നിസ്കാരം കഴിഞ്ഞ് വാപ്പച്ചിയും കൂടെ വന്നിട്ട് ഗിഫ്റ്റ് കൊടുക്കാമെന്ന് വെച്ചു. ശരിക്കും എന്താ ഗിഫ്റ്റ് എന്ന് വെച്ചാൽ ഞാൻ കുറേ എന്താണെന്ന് വെച്ചാൽ കുറേ ചിന്തിച്ചു എന്ത് കൊടുക്കണമെന്നുള്ളത്. ഓൾറെഡി ഡ്രസ്സ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, വാപ്പച്ചിക്ക് ഷർട്ട്, ഉമ്മച്ചിക്ക് നൈറ്റിയൊക്കെ ആയിട്ട്. പക്ഷേ അവർ എന്തോ ഒരു ദിവസം ചായ കുടിച്ച സമയത്ത് പറഞ്ഞു നമ്മളെ ഫോട്ടോ വെച്ച കോഫി മഗ് ഉണ്ടെങ്കിൽ നമുക്ക് ചായ കുടിക്കാം. അപ്പോൾ വാപ്പച്ചി പറഞ്ഞു ഞാൻ എനിക്ക് മേടിച്ച് തരാമെന്ന് പറഞ്ഞു. പക്ഷേ രണ്ടുപേരും ആക്ച്വലി ആ ഒരു കാര്യം മറന്നു. ഇത് 1 മാസം മുമ്പുള്ള കഥയാണ്. പക്ഷേ എനിക്കതിൻ്റെ ഐഡിയ കിട്ടി. അപ്പോൾ തന്നെ ഞാൻ റെഡിയാക്കി. അതിൻ്റെ ഇടയിലൊന്നും അവർ ചെയ്യല്ലേ എന്നുള്ള ടെൻഷനായിരുന്നു. അവരത് പിന്നെ ഫോട്ടോയൊക്കെ വെച്ച് കോഫി മഗ് റെഡിയാക്കിയാൽ പിന്നെ ഞാൻ കൊടുത്തിട്ട് അത്ര അവർക്ക് അത്ഭുതം തോന്നില്ലല്ലോ, സർപ്രൈസ് ആവില്ല. അങ്ങനെയായിരുന്നു. പക്ഷേ സംഭവം ഇത് റെഡി ആയിട്ടുണ്ട്. ഇതുവരെ അവർ ഓർഡറൊന്നും ചെയ്തിട്ടില്ല എന്ന് മനസ്സിലായി. പിന്നെ കോഫി മഗ് ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എല്ലാം കഴിഞ്ഞു. ഇനി ഞാൻ അവർക്ക് കൊടുക്കണം. അപ്പോൾ ഞാൻ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ്. അവരെങ്ങനെയായിരിക്കും അത് അക്സെപ്റ്റ് ചെയ്യണത്, ഹാപ്പി ആവുമോ, അവരുടെ ആ ഒരു മൂമെൻ്റ് ഉണ്ടല്ലോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് പ്രിയപ്പെട്ടവർക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ്, ആനിവേഴ്സറി ഗിഫ്റ്റ് ഇതൊക്കെ കൊടുക്കണത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യം. അവരിങ്ങനെ സർപ്രൈസ് ആക്കുക, അവരിങ്ങനെ കരയിക്കുക, അതൊക്കെ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. സന്തോഷ കണ്ണീരുണ്ട്, കരയിക്കുക കേട്ടോ. അങ്ങനെ അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇന്നത്തെ ആ സർപ്രൈസ് എങ്ങനെ ഉണ്ടാവും നമുക്ക് നോക്കാം. വാപ്പച്ചി പള്ളിയിൽ പോയിട്ട് വന്നു. ഇനി റൂമിലോട്ട് കയറുകയാണ്. അപ്പോൾ നമുക്ക് കൊടുക്കാം കേട്ടോ. கூட்டுக்குள்ள சொர்க்கம் இருக்கு, அட சின்ன சின்ன அன்பில் தானே ஜீவன் என்னும் இருக்கு. பட்டாம்பூச்சி கூட்டத்துக்கு பட்டாயதுக்கு, அட பாசம் மட்டும் போதும் கண்ணே, காசு பணம் என்னத்துக்கு.